ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു കപ്പ് പച്ചരി കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് 4 മണി ചായയുടെ കൂടെയൊക്കെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സോസും കൂട്ടി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഇത് എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പച്ചരി 2 മണിക്കൂർ കുതിർത്ത് വെള്ളം ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ചോറ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അത് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് വേണം ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം കൂടി പോവരുത്. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് അല്ലെങ്കിൽ ഞാനിവിടെ ഒരു വറ്റൽമുളകാണ് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുരുമുളകിൻ്റെ പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയില കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് നല്ലതുപോലെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇനി ഇത് വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനെ തന്നെ നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് കൈവച്ച് ഇതുപോലെ ചെറുതായിട്ട് നുള്ളി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് അധിക സമയം ഒന്നും എടുക്കത്തില്ല. വളരെ പെട്ടെന്ന് തന്നെ പൊരിച്ച് കിട്ടിക്കോളും. ചെറുതായിട്ടൊന്ന് വീർത്ത് വരും. ഇതുപോലെ നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടും. തിരിച്ചും മറിച്ചും ഇട്ട് മൊരിച്ചെടുക്കാം. അരി അരച്ചുണ്ടാക്കുന്ന പലഹാരം ആയതുകൊണ്ട് തന്നെ ഇത് പുറമേ നല്ല കരികരിപ്പായിട്ടിരിക്കും, എന്നാൽ അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടിരിക്കും. ചൂടോടുകൂടി തന്നെ കഴിക്കണം. സോസും കൂട്ടി കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചോളും. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ അടുത്ത ബാച്ചും പൊരിച്ചെടുത്തിട്ടുണ്ട്.
ബാക്കിയുള്ള മാവും ഇതുപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ.